17-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നോക്കാം. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. സ്വയശോധനയുടെ ഒരു സങ്കീർത്തനമാണിത്. ഞാൻ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചതിനേക്കാൾ ആഴത്തിൽ ഈ സങ്കീർത്തനം ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയശോധനയുടെ ധാരാളം സങ്കീർത്തനങ്ങളുണ്ട്. 139 ഉണ്ട്, 51 ഉണ്ട്. ഇതാ 17-ാം സങ്കീർത്തനം വളരെ ആഴത്തിൽ സെൽഫ് സ്കാനിങ് ആണ്. എന്നെ നീ വിധിക്കണം, എൻ്റെ വിധി മനുഷ്യരിൽ നിന്ന് വരരുത്, എൻ്റെ ദൈവത്തിൽ നിന്ന് വരണം എന്ന് തുടങ്ങി ഇങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് മനുഷ്യരെന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ തിരുവായിൽ നിന്നുള്ള കൽപ്പനകളാൽ അക്രമികളുടെ വഴിയിൽ നിന്ന് ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. മനുഷ്യരെന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ തിരുവായിൽ നിന്നുള്ള കൽപ്പനകളാൽ അക്രമികളുടെ വഴിയിൽ നിന്ന് ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചു. വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ അവരുടെ സമർപ്പണത്തിൽ നിന്നും അവരുടെ പാന്താവിൽ നിന്നും അവരെ മാറ്റിവിടുവാൻ, തള്ളിമറിക്കുവാൻ പ്രലോഭനത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാവരും, വിശേഷാൽ യൗവനക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രലോഭനത്തിൻ്റെ കാറ്റ് എല്ലാ മനുഷ്യരെയും വന്ന് അടിക്കും. അതായത് പാപം ചെയ്യാതെ നീതി മാത്രം ചെയ്ത് ജീവിക്കാവുന്ന ഒരു സിസ്റ്റത്തിൽ ഉണ്ടാക്കി വിട്ടിരുന്നെങ്കിൽ പാപം ചെയ്യത്തില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതൊരു കളിപ്പാവയാകത്തേ ഉള്ളൂ, അല്ലേ? ഒരു പാവ ചാവി കൊടുക്കുമ്പോൾ ഡാൻസ് ചെയ്യും. അങ്ങനെയല്ല മനുഷ്യൻ. തെറ്റും ശരിയുമുള്ള ലോകത്തിൽ തെറ്റിനെ തള്ളി മാറ്റിയിട്ട് ശരിയെ സ്വീകരിച്ച് നിൽക്കുന്നവനാണ് ഭക്തനും വിശുദ്ധനും ശക്തനും, അല്ലേ? ഭക്തൻ ശക്തനാണ്. ഇതാ ഇവിടെ പറയുന്നത് നോക്കൂ. നാം വായിക്കുന്ന സാധാരണ സങ്കീർത്തനത്തിൽ ആ ബൈബിളിൽ ഇങ്ങനെയാണ്: മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട്. ആ കണ്ടിട്ടെന്നുള്ളത് ഇങ്ങനെയാണ്: മനുഷ്യർ എന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചിട്ടും. അതാണ്, മനുഷ്യരെന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ തിരുവായിൽ നിന്നുള്ള കൽപ്പനകളാൽ അക്രമികളുടെ വഴിയിൽ നിന്ന് ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുന്നു. അപ്പം ദൈവവചനം ധ്യാനിച്ചുകൊണ്ടും എൻ്റെ പരിശ്രമം കൊണ്ടും ഞാൻ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒന്നുകൂടെ പറയട്ടെ. ദിനംതോറുമുള്ള പ്രാർത്ഥനയാലും വചനധ്യാനത്താലും ഞാൻ എൻ്റെ തന്നെ സമർപ്പണത്താലും ഓരോ മിനിറ്റിലുമുള്ള പ്രലോഭനങ്ങളെ ഞാൻ ജയിക്കുന്നു. ഇംഗ്ലീഷിലും കൂടി ഒന്ന് വായിക്കാം. ദോ ഈവിൾ പീപ്പിൾ ട്രൈഡ് ടു പേ മീ ടു ഡു റോങ്. തെറ്റ് ചെയ്യാൻ വേണ്ടി നല്ലവണ്ണം പണിയെടുക്കുന്ന സാത്താന്യ ശക്തികൾ എനിക്കുണ്ട്. ഈവിൾ പീപ്പിൾ, ഐ ഹാവ് നോട്ട് ഡൺ വാട്ട് ദൈ വാണ്ടഡ്. അവർ പറയുന്നതൊന്നും ചെയ്യാൻ എന്നെ കിട്ടില്ല. ജോസേഫിനെ കല്യാണപ്രായത്തിൽ നിൽക്കുമ്പോൾ മറ്റൊരു പുരുഷന്റെ ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടാക്കുവാൻ ആ സ്ത്രീ സുന്ദരിയായി വേഷം കെട്ടി വന്ന് പലപ്പോഴും പരിശ്രമിച്ചു. പക്ഷെ അദ്ദേഹം ദൈവത്തിനുള്ള ആശ്രയം കൊണ്ട് അതിനെ തട്ടിത്തെറിപ്പിച്ച് ജയജീവിതം നയിച്ചു. ഐ ഹാവ് നോട്ട് ഡൺ വാട്ട് ദൈ വാണ്ടഡ്. അവരാഗ്രഹിച്ചത് എന്നിൽ നിന്ന് കിട്ടത്തില്ല. ഇൻസ്റ്റഡ് ഐ ഹാവ് ഡൺ വാട്ട് യു കമാൻഡ്. നിന്റെ വചനം എന്ത് പറയുന്നു അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന ക്രിസ്ത്യാനി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.